ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ എണ്ണ തേച്ച് കുളിക്കാറുണ്ടല്ലോ, ആ എണ്ണ ഉണ്ടാക്കുന്ന വിധത്തെയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതെന്ന് പറയുന്നത് കീഴാനെല്ലിയാണ്. കീഴാനെല്ലി എന്ന് പറയുന്നത് നമ്മുടെ വിളകളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. ഞാൻ നമ്മുടെ പരിസരത്തു നിന്ന് തന്നെ ഞാനിത് എടുത്തതാണ്. ഇത് ഇപ്പോൾ വൈകുന്നേരം ആയത് കണ്ട് ഇത് ഇല ഇങ്ങനെ അണഞ്ഞ് നിൽക്കുന്നതാണ്. ഈ ഇലയെന്ന് പറയുന്നത് നമ്മുടെ പുളിയുടെ ഇലയുണ്ടല്ലോ, അതുപോലെയായിരിക്കുന്നത്. ഈ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊരു ഉരുണ്ട സാധനം, ഒരു നെല്ലിക്ക, ചെറിയൊരു കുഞ്ഞു നെല്ലിക്ക പോലുള്ള ഒരു സാധനം പോലെ ഉണ്ടല്ലോ, കണ്ടോ? ഇങ്ങനെ കാണാം. ഇതാണ് കീഴാനെല്ലി എന്ന് പറയുന്നത്. നമ്മുടെ വിളകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന സാധനമാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കറിവേപ്പില. ഇത് ഞാൻ നട്ടു വളർത്തിയ കറിവേപ്പിലയാണ്, നമ്മുടെ സ്ഥലത്തുള്ള തന്നെയാണ് ഈ കറിവേപ്പില. അതുപോലെ നെല്ലിക്ക നല്ലതാണ്, നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പനിക്കൂർക്ക എന്ന് ഞവരയില എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് നമ്മുടെ ഇപ്പോഴൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഞവരയിലയാണ്. അതുപോലെ തന്നെ ഈ രണ്ട് രീതിയിൽപ്പെട്ട ഞവരയില ഉണ്ട്. ഇത് ഏതായാലും മതി, രണ്ടും ഒരേ ഫലം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഞവരയില എന്ന് പറയുന്നത്, ഈ ഞവരയില. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴ ഏറ്റവും നല്ലൊരു സാധനമാണ്. കറ്റാർവാഴ, അതിന് വേണ്ടിയിട്ടുള്ള കറ്റാർവാഴയാണ്. പിന്നെ അതിലേക്കായിട്ട് ഞാൻ കുറച്ച് കൈതോന്നി എടുത്തിട്ടുണ്ട്. കൈതോന്നി കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ അരച്ച് ഫ്രിഡ്ജിലോട്ട് വച്ചിരുന്നതാണ് ഈ കൈതോന്നി നന്നായിട്ട് അരച്ച് അത് അരിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നീലാമരി പൗഡറാണിത്. നീലാമരിയുടെ ഇല ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി. അല്ല എങ്കിൽ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നതാണ് നീലാമരി പൗഡർ. ഈ പൗഡറും ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് വെളിച്ചെണ്ണ, 1 ലിറ്റർ വെളിച്ചെണ്ണ. ഈ എണ്ണയിലാണ് ഞാനിന്ന് ഇത് കാച്ചുന്നത്. ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് ഞാനിത് കാണിക്കാം. ഞാനിത് നന്നായിട്ട് ഇനി മിക്സിയിൽ അരച്ചിട്ട് വരാം. ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തു നമ്മുടെ മിക്സി ജാറിൽ നന്നായിട്ട് ഇനി എല്ലാം ഇളക്കിയിട്ടു. ഞാനിത് നന്നായിട്ട് അരയ്ക്കും. ഇലകളൊക്കെ ചേർത്ത് അരച്ചതാണ്. അരയ്ക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിലേക്ക് പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരയ്ക്കരുത്. ഞാൻ അരച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈതോന്നി നേരത്തെ ഞാൻ അരച്ച് വെച്ചിരുന്ന, ഈ ചൂടുള്ള സമയം ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കൈതോന്നി കിട്ടത്തില്ലല്ലോ, നേരത്തെ കിട്ടിയ കൈതോന്നിയെ ഞാൻ അരച്ച് വെച്ചിരുന്നു ഫ്രിഡ്ജിലേക്ക്. ആ കൈതോന്നിയുടെ നീരിനെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ നീരൊക്കെ ആദ്യം നമുക്ക് അരച്ചെടുത്ത് അതിൻ്റെ നീര് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എല്ലാ സാധനങ്ങളും നന്നായിട്ട് വരത്തുള്ളൂ. ഞാനിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഈ കാണുന്നത് നന്നായിട്ട് അരച്ചു കഴിഞ്ഞ ശേഷം ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം. നന്നായിട്ട് അതിൻ്റെ കൊത്തെല്ലാം മാറ്റിയിട്ട് അതിന് നല്ല ജ്യൂസ് മാത്രം നമുക്ക് എടുക്കണം എണ്ണ കാച്ചുവാനായിട്ട്. അതിലേക്കായിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരുവിധം നമുക്ക് പിഴിഞ്ഞു എടുക്കുമ്പോൾ അത് നന്നായിട്ട് വീഴാൻ കണക്കിനുള്ള ഒരു തുണിയായിരിക്കണം. അത് കണക്കിനുള്ള ഒരു തുണി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് എല്ലാ സൈഡും നേരെ അമർത്തി പിടിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ജ്യൂസെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. കേട്ടോ, ഇതുപോലെ തുണിയായിരിക്കണം. ഇതാണ് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തത്.
തുണി വെച്ച് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇതതിൻ്റെ വേസ്റ്റാണ് ഞാൻ അരിച്ചെടുത്തത്. അതിലേക്ക് നമ്മുടെ നീലാമരി ഉണ്ടല്ലോ, ഞാൻ ആ കവറിൽ കാണിച്ച നീലാമരി പൊടിയാണ് ഇത്. നമ്മുടെ ഈ നീലാമരി പൊടിയും ഇതുമായിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നീലാമരി പൊടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇത് നീലാമരി പൊടി എന്ന് പറയുന്നത്, നീലാമരി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കുവാൻ നല്ലൊരു ഇതാണ്. നമ്മുടെ മുടിക്ക് നല്ല പ്രയോജനമായിട്ടുള്ളതാണ് നീലാമരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കടകളിൽ നമുക്ക് ആ ചെടി നമ്മുടെ വീട്ടുമുറ്റത്തില്ല എങ്കിൽ നമുക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ കവറിൽ കിട്ടും. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ല കട്ടിയായിട്ട് വളരാനും നല്ല കറുപ്പ് നിറം കിട്ടാനും ഏറ്റവും നല്ലതാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ പരിസരത്തുള്ള സാധനങ്ങളാണ്. നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അങ്ങനെ നമുക്കത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എണ്ണ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. നല്ലതാണ്. ഇതിനു വേണ്ടി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നല്ലൊരു ഇരുമ്പ് ചട്ടിയാണ്. നമ്മുടെ വീട്ടിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എണ്ണ കാച്ചുവാനായിട്ട്. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. ഞാൻ അതിലേക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള തന്നെ നല്ലൊരു ഇരുമ്പ് ചട്ടിയാണ്, വലിയ ഇരുമ്പ് ചട്ടിയാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഇതിലേക്ക് ഒഴിക്കുന്നു. എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അരിച്ചെടുത്ത ഈ ഇൻഗ്രീഡിയൻസ് എല്ലാമായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ എണ്ണയാണ്, നമ്മുടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതിനെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ അരച്ചെടുത്ത അതും എണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സാക്കി ഇരുമ്പ് ചട്ടിയിലേക്കാക്കി തീ കത്തിച്ചു നമ്മൾ അടുപ്പിലേക്ക് വെച്ചേക്കുവാണ്. ഇതിനി ഇങ്ങനെ കുറേ നേരം വേകണം. നമ്മൾ ആദ്യം നല്ല തീ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അല്പം തീ കുറച്ച് കൊടുത്ത് നമ്മൾ അതിനെ ശരിയാക്കി എടുക്കും. എണ്ണ നന്നായിട്ട് ചൂടായി നല്ല തിളച്ച് അത് പരുവപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊന്നും നമ്മൾ ഈ തിളച്ച ഉടനെ നമ്മളിത് ഇറക്കാൻ പാടില്ല. ഇതിങ്ങനെ കുറേ സമയം തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ ഇതിനൊരു ടൈമുണ്ട് ഇത് നമുക്ക് ഇറക്കാനായിട്ട്. അത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഇങ്ങനെ ശരിയായി വരുമ്പോൾ ആ ടൈം ആകുമ്പോൾ ഞാൻ പറയാം. നമ്മളിത് എങ്ങനെയാണ് നമ്മളിത് കറക്റ്റായി എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നുള്ള കാര്യം പറയാം. അതുകൊണ്ട് കുറേ സമയം നമ്മളിത് കുറച്ച് സമയം എടുക്കണം. അല്പം ക്ഷമ വേണം. നമ്മുടെ എണ്ണയൊക്കെ കാച്ചുമ്പോൾ നല്ല രീതിയിൽ അത് ശരിയായി വരണമെങ്കിൽ നമ്മൾ അല്പം ടൈം കൊടുത്ത് മാത്രമേ നമ്മുടെ സമയമൊക്കെ നോക്കി അല്പം സമയമുള്ള സമയത്ത് മാത്രമേ നമ്മൾ എണ്ണ കാച്ചുവാനായിട്ട് നമ്മൾ നിൽക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ സമയത്തിന് ക്ഷമയോടുകൂടി ഇരിക്കണം. ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഓരോ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്, ഞവരയില, അതായത് ഞവരയിലയിൽ തന്നെയാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പനിക്കൂർക്ക എന്ന് പറയുന്നത്, നെല്ലിക്ക ചേർത്തിട്ടുണ്ട്, കീഴാനെല്ലി, കൈതോന്നി, കറ്റാർവാഴ, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങൾ. അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടാണ് ഈ എണ്ണ കാച്ചുന്നത്.
എല്ലാവരും പറയാറുണ്ട് നമ്മുടെ കറ്റാർ വാഴ ഇടുമ്പോൾ നമുക്ക് തലനീരിറക്കം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് കറ്റാർ വാഴ നമുക്ക് തലയിൽ തേക്കുമ്പോൾ പെട്ടെന്ന് അസുഖം ഉണ്ടാകുന്നു, ശരീരത്തിൽ നീരൊക്കെ വരുന്നുണ്ട്, തലവേദന വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നമ്മൾ നന്നായിട്ട് എണ്ണ കാച്ചിയിട്ട് എണ്ണ ശരിയായി വരുന്ന ടൈമിൽ നമ്മുടെ ഈ ഗ്രാമ്പു നമ്മൾ കുറച്ച് ലാസ്റ്റ് സമയത്ത്, എണ്ണ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതായത് ഈ സൈഡിലൊക്കെ ഈ പതയായിട്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ എണ്ണ ശരിയായി വരുന്നതേ ഉള്ളൂ, ശരിയായിട്ടില്ല എന്നുള്ള ഒരിതാണ്. അവസാനം നമ്മുടെ ഇതെല്ലാം മാറി നമുക്ക് നന്നായിട്ട് എണ്ണ ആയെന്നുള്ള കാര്യം, ശരിയായെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്താണ് എണ്ണ കാച്ചി കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ നമുക്ക് ഈ തലനീരിറക്കത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് എണ്ണ കാച്ചുമ്പോൾ ലാസ്റ്റ് ഈ ഗ്രാമ്പു നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന സാധനം ഗ്രാമ്പ്. ഈ ഗ്രാമ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഗ്രാമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയായ ശേഷം മാത്രമേ ഇടാവൂ. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ തലനീരിറക്കം ഉണ്ടാകത്തില്ല. നമ്മൾ ഈ കറ്റാർ വാഴ ഇടുന്നതുകൊണ്ട് നമുക്കൊരു ദോഷവും വരത്തില്ല, നമുക്ക് നന്നായിട്ട് ഫലം ഉണ്ടാക്കുന്ന ഒരു സാധനം. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, എല്ലാവരും കറ്റാർ വാഴ ഉപയോഗിച്ചതിന് ശേഷം ഈ ഗ്രാമ്പ് കൂടി ചേർക്കുക. ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് സമയം കൂടെ എടുക്കും. നമുക്ക് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എണ്ണ കാച്ച് റെഡിയായി വരത്തുള്ളൂ. അതുകൊണ്ട് അല്പം സമയം നമ്മൾ ഇതിനായിട്ട് കൊടുക്കണം. എണ്ണ കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള അരി കുറച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി നേരെ മുകളിലോട്ട് വരത്തില്ലേ, നമ്മൾ എണ്ണയിൽ കടുകിടുമ്പോൾ വരുന്നത് പോലെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കറക്റ്റായിട്ട് അരി തെളിഞ്ഞ് അതുപോലെ വരുന്നത്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് പാകമായി. ഈ സമയത്താണ് നമ്മുടെ ഗ്രാമ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കറ്റാർ വാഴ നമ്മൾ ഇടുന്നതുകൊണ്ടുള്ള ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗ്രാമ്പ് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തീ എന്ത് ചെയ്യുക, ഗ്രാമ്പു ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ തീ എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇതുവരെയും തീ കത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ എണ്ണ കറക്റ്റായിട്ട് പാകമായതിൻ്റെ നമ്മുടെ കറക്റ്റ് തെളിവാണ് ഇത്. ഈ ഞാൻ ഇട്ട് കൊടുത്ത അരി നമ്മുടെ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ ചൂടായി കറക്റ്റായി വരുമ്പോൾ കടുക് പൊട്ടി മുകളിലോട്ട് വരുന്നത് പോലെയാണ് ഈ അരി കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നു. കണ്ടല്ലോ, ഇതാണ് കറക്റ്റ് നമ്മുടെ പാകം. ഇതുപോലെ ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അല്പം ടൈം ആവശ്യമാണ്. ആ ടൈം നമ്മൾക്കുള്ള സമയത്ത് മാത്രമേ എണ്ണ കാച്ചാവൂ. ഞാനിപ്പോൾ ഈ എടുത്ത് വെച്ച ഈ കാച്ചിയേക്കുന്ന എണ്ണ നമുക്ക് ഏകദേശം ഒരു 4-5 മാസം നമുക്കിത് മതി. ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം നമുക്ക് എണ്ണ കാച്ചിയാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മുടെ തലയിൽ തേക്കുവാൻ ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് കിട്ടും. നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മൾ അല്പം നമ്മുടെ തലയോട്ടിയിൽ എണ്ണ പിടിപ്പിച്ച് നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ട്, നമ്മൾ ചില ആൾക്കാർ ഷാമ്പു ഇടുന്നവരുണ്ട്, അത് കഴിഞ്ഞിട്ട് ഷാമ്പു ഇടുന്നവർ ഇടാം. അല്ല എങ്കിൽ നമുക്ക് എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നല്ല ഫലം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഇപ്പോഴുള്ള പ്രായത്തിലെല്ലാം ആൾക്കാർക്ക് മുടി പെട്ടെന്ന് നരയ്ക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ മാറി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ എണ്ണ തന്നെ നല്ലൊരു കറുത്ത കളറിൽ വന്നിട്ടുണ്ട്. കാരണം അത്രയും നല്ല ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതുപോലെ നമ്മൾ എണ്ണ ഉപയോഗിക്കുക. ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. മുടിക്ക് അത്രയും കറുപ്പ് നിറം നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഫലം കണ്ടാണ് ഞാൻ അടുത്തും പിന്നെ ഈ എണ്ണ കാച്ചുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ ഫലം മനസ്സിലാക്കുവാൻ പറ്റിയ എണ്ണയാണ്. നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. അതിനാൽ ഈ എണ്ണ എല്ലാവരും കാച്ചി ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ എണ്ണ. ഞാനത് ബോട്ടിലേക്ക് ഒഴിച്ചു. നല്ല എണ്ണയാണ്, നല്ല മണമാണ്. എല്ലാവരും ഇതുപോലെ ചെയ്യുക. നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പിനും നമുക്ക് നല്ല മുടി വരുന്നതിനും മുടി നല്ല കറുപ്പായിട്ട് തന്നെ നിൽക്കുന്നതിനും ഏറ്റവും നല്ല ഗുണമുള്ള നല്ല എണ്ണയാണ്. നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇത് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തുടർന്നിടുന്ന വീഡിയോസ് എല്ലാം ലഭിക്കേണ്ടതിനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.